ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ നിന്നുമാണ് വിനേഷ് ഫോഗാട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ. കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. കർഷകരെയും അതുപോലെ തന്നെ വനിതകളെയും സംരക്ഷിക്കുക എന്ന കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് വിനേഷ് ഫോഗാട്ടും ബജ്രംഗ് പൂനിയയും ഓരോ ഘട്ടത്തിലും പ്രചരണത്തിൽ മുന്നേറുന്നത്. BJPയിലെ നിരവധിയായ MLA മാർ ഇതിനോടകം തന്നെ രാജിവെച്ചു. ഇതിനോടകം തന്നെ 2 പ്രമുഖ മന്ത്രിമാരും രാജിവെച്ചതോടുകൂടി BJPയുടെ ഈ കൂട്ടരാജി അത് തടയാൻ കഴിയാതെ ആകെ അങ്കലാപ്പിലാണ്. ഇതിനിടയിൽ സമനില തെറ്റുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പല വാക്കുകളും അമിത്ഷായിൽ നിന്നും വന്നിരിക്കുന്നത് BJPക്ക് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ പ്രസ്താവന ഇറക്കിയതായി റിപ്പോർട്ട് വന്നു. ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. BJPക്ക് ഇത് തലവേദന ഉണ്ടാക്കും എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ പാർലമെൻറ്റ് സമ്മേളനം കൂടുമ്പോൾ ഇരു സഭകളെയും സ്തബ്ധമാക്കാൻ പ്രതിപക്ഷം ഇത് കൃത്യമായി എടുത്തുപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യ മുന്നണിയുടെ അവിസ്മരണീയമായ മുന്നേറ്റമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹൈലൈറ്റ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഹരിയാനയിലെ ലോക് പോൾ സർവേ അനുസരിച്ച് 3-2 ഭൂരിപക്ഷവുമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് ഏറുമെന്നും അവിടെ പ്രധാനമായ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. അവിടെ JJPക്കോ INLDക്കോ ആം ആദ്മിക്കോ ഒന്നും യാതൊരുവിധ സാധ്യതയുമില്ലാത്ത രീതിയിലേക്ക് പ്രചരണം മറിയുകയാണ് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വിനേഷ് ഫോഗാട്ടിനോടൊപ്പം ബജ്രംഗ് പൂനിയ ബാൽഡി മണ്ഡലത്തിൽ മത്സരിക്കും എന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ. കൃത്യമായും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നൽകാൻ വേണ്ടിയാണ് കിസാൻ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി അദ്ദേഹത്തിനെ നിയമിച്ചത്. വാസ്തവത്തിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നാണ് ആത്മവിശ്വാസത്തോടു കൂടി ബജ്രംഗ് പൂനിയ പറയുന്നത്. നിരവധിയായ തവണകളിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പ്രതികരിച്ച ബജ്രംഗ് പൂനിയ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള BJPയുടെ നേതാവ് ബ്രിജ് ഭൂഷൻ്റെ കടന്നുകയറ്റം അതിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല. ജനങ്ങളെ ഇത്തരത്തിൽ വിഡ്ഢികളാക്കുന്നവരെ അധികാരത്തിൽ ഒരിക്കലും കൊണ്ടുവരരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ജുലാന മണ്ഡലത്തിൽ സംസാരിക്കവേ വിനേഷ് ഫോഗാട്ട് ഇടറുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ വിനേഷ് ഫോഗാട്ടിൻ്റെ ജീവിതാനുഭവം വളരെ കൈപ്പേറിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവർക്ക് വേണ്ടിയല്ല ശബ്ദമുയർത്തിയത്, ഒപ്പമുള്ളവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്താൻ ഏതറ്റം വരെയും പോകും എന്ന് തയ്യാറായതിൻ്റെ പേരിൽ BJP നോട്ടപ്പുള്ളിയാക്കിയതാണ് ഇവരെ. വാസ്തവത്തിൽ വിനേഷ് ഫോഗാട്ടിന് മെഡൽ നഷ്ടപ്പെടാൻ കാരണം അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന വിജയേന്ദർ സിംഗിൻ്റെ ആരോപണം വലിയ തോതിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഒളിമ്പിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. സംയുക്തമായി സിൽവർ മെഡൽ നൽകണം എന്നുള്ള അഭ്യർത്ഥന തള്ളിയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വിനേഷ് എന്നും ഒരു വലിയ രൂപം തന്നെയാണ്.